നമുക്ക് ഒരുപാട് ആളുകൾ ചോദിക്കും കസ്റ്റമൈസ് ചെയ്യണം ടാലിയിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാൻ. ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ടാലിയിലുള്ള ഫീച്ചർ തന്നെ ആയിരിക്കും. അതിനെ നമ്മൾ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി സൂട്ടാക്കും. അല്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കോഡ് എഴുതി ടാലിയിൽ ഒരുപാട് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ടാലി വർക്ക് ചെയ്യില്ല. ഇപ്പം നമ്മുടെ കയ്യിലൊരു 800 കാർ ഉണ്ടെന്ന് വിചാരിക്കുക. 800 കാർഡിൽ നമ്മൾ എത്രത്തോളം അതിൽ ചെയ്യാൻ പറ്റും? അതിന് വേണ്ട രീതിയിലുള്ള ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം അതിൻ്റെ മുകളിലുള്ളൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിക്ക് വേണ്ട ആക്സസറീസും അതിനെ ആഡ് ചെയ്യാൻ. ഓരോ വാഹനത്തിനും അതിനനുസരിച്ച് ആക്സസറീസ്. അതുപോലെ തന്നെ ടാലി സോഫ്റ്റ്വെയറിൽ വേണ്ട രീതിയിൽ ആക്സസറീസിൽ ആഡ് ചെയ്ത് ടാലി വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ടാലി ഓടില്ല. വണ്ടി ഓടാത്ത പോലെ തന്നെ ടാലി ഓടില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ റിക്വയർമെൻറ്റ് നോക്കിയിട്ട് ആ ടാലിയിൽ പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ, കസ്റ്റമൈസ് ചെയ്യുള്ളൂ. കാരണം എല്ലാവരും പറയും അങ്ങനെ വേണം ഇങ്ങനെ വേണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ടാലി ഗ്രോത്ത് ആവുന്നുണ്ട്. ടാലിയിൽ കുറേ കാര്യം മാറി വരുന്നുണ്ട്. പണ്ട് ടാലി കസ്റ്റമൈസ് ചെയ്ത പോലെയല്ല. അന്ന് പറ്റില്ല എന്ന് പറഞ്ഞ പല ഫീച്ചർ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് ടാലിയിലുള്ളത് അതിൻ്റെ ബേസിൽ ആയിരിക്കണം കസ്റ്റമൈസ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കസ്റ്റമൈസേഷൻ ഫ്ലോപ്പ് ആവില്ല. നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് വളരെ സ്മൂത്തായിട്ട് ടാലിയിൽ കൊണ്ടുപോകാനും റിപ്പോർട്ട്സ് അനലൈസ് ചെയ്യാനും കഴിയും.